ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കണും കൂടെ തൊട്ടേക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന 3D ക്രിസ്മസ് ട്രീ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നേരത്തെ 6 3D ക്രിസ്മസ് ട്രീ ഉണ്ട്. അത് ഞാൻ കാണിക്കാൻ പോകുന്നതായിരിക്കും. 6 ക്രിസ്മസ് ട്രീ. അപ്പോൾ നമ്മൾ ഇന്ന് ഇതേപോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം. നമുക്ക് എന്താ വേണ്ടിയെന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ പേപ്പർ അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ ആയാൽ കുഴപ്പമില്ല, പിന്നെ ഒരു സിസർ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു സിസർ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് എന്താ സിസർ കൊണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിസർ വെച്ചിട്ട് ഈ ലൈനും ഈ ലൈനും മുതൽ ഈ ലൈൻ വരെ നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പം ഫ്രണ്ട്സ്, നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പീസ് വരുന്നത് അത് നമ്മൾക്ക് ബിന്നിലിടാം. അപ്പം നമ്മളുടെ ഒരു ലൈനിന് ഡയമെൻഷൻസിൽ വെച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ലൈൻ നമുക്ക് ടോപ്പ് ലൈൻ ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ലൈനിൻ്റെ ടോപ്പിൽ പോയിട്ട് നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് കറക്റ്റ് എഡ്ജിൽ അത് വെക്കും. എന്നിട്ട് നമ്മളിത് നടക്കുമ്പോൾ പിന്നെ ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റും. ഇങ്ങനത്തെ ട്രയാങ്കിൾ അത് പിന്നെ അൺഫോൾഡ് ചെയ്താൽ നമുക്ക് 2x കാണാൻ പറ്റും. ഇപ്പം ഇങ്ങനെ സ്ക്വയർ വെച്ചാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്വയറിലാക്കണം. എന്നിട്ട് നമ്മൾ മേലോട്ട് ചെയ്തിട്ട് ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ആവും. എന്നിട്ട് നമ്മൾ ഇത് കിട്ടും ഒരു റെക്ടാങ്കിൾ ഷേപ്പ്. അപ്പോൾ നമ്മളിത് പിന്നെ ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കിയിട്ട് പിന്നെ ഒരു ലൈൻ ഇവിടെ ആഡ് ചെയ്തു. ഇനി നമ്മൾ ഈ ലൈൻ നമ്മുടെ റെക്ടാങ്കിളായപ്പോൾ ഈ ലൈൻ നമ്മൾ ആ ലൈന് ഏറ്റവും അടിയിലത്തെ ലൈനിലോട്ട് ഇങ്ങനെ മുട്ടിച്ചിട്ട് നമ്മൾ ഈ ഷാർപ്പ് വെച്ചാൽ ഏറ്റവും കറക്റ്റ് ലൈനാണ്. എന്നിട്ട് നമ്മൾ ഫോൾഡ് ആക്കിയിട്ട് ഒരു ലൈൻ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ റെക്ടാങ്കിൾ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ റെക്ടാങ്കിൾ. അപ്പോൾ ഇപ്പം കാണുന്ന പോലെ എൻ്റെ ഒരു റെക്ടാങ്കിൾ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ സൈഡ് ഇവിടെ പിടിച്ചിട്ട് അടുത്തുള്ള ഈ ബോക്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ ബോക്സ് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ സൈഡിൽ എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബോക്സിന് ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിൻ്റെ ഇപ്പോൾ റെക്ടാങ്കിളായി. അപ്പം ഈ ഹാഫ് മാത്രം മതി. മറ്റേ ഹാഫ് നമ്മൾ ഇതിനെ ഫോൾഡാക്കണം ബാക്കിലോട്ട്. അപ്പം നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാവാം. പിന്നെ നമ്മൾ പിന്നെയും അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് വേറെ ഷേപ്പിലാവും. ഒരു റെക്ടാങ്കിൾ വെച്ചിട്ട് പോയി.
അപ്പം ബാക്കിലൊന്നുമില്ല. അപ്പൊ നമ്മൾ പിന്നെ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് ഇത് ഈ ലൈനില് മുതൽ നേരത്തെ ലൈൻ വരെ സിസ്റ്റർ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പൊ ഞാനത് കാണിക്കാം. അത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാൻ പോകുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലുണ്ടായിരിക്കും, ചെറിയ ട്രയാങ്കിൾ. എന്നിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ ലൈന് എല്ലാം ചെയ്തിട്ട് ഈ ലൈന് കാണുന്ന പോലെ നിങ്ങൾ ഈ ലൈനില് ഇതിങ്ങനെ ഓപ്പൺ ആക്കും. ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഇത് നോക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യും. എന്നിട്ട് ഇതില് പ്രസ്സും ആക്കില്ല, ഇങ്ങനെ പ്രസ് ആക്കിയിട്ട് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കും. ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ട്യൂബിന്റെ ഷേപ്പ് ഉണ്ടായിരിക്കും, ചെറിയ ട്യൂബ് അല്ല സ്ക്വയർ. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടാക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ വന്നിട്ട് ഇങ്ങോട്ട് കാണുന്ന പോലെ ഇങ്ങോട്ട് മടക്കും. അപ്പൊ നമുക്ക് പിന്നെ ഇങ്ങനെയാണ്. പക്ഷെ ഇത് എന്നിട്ട് നമ്മൾ പിന്നെ ഓപ്പൺ ആക്കും. പിന്നെ ഇങ്ങനെ ചെയ്യും. എന്നിട്ട് ഒരു സ്ക്വയറിന്റെ ഷേപ്പ് പോലെ ആകും. സ്ക്വയർ ഷേപ്പ് ആയിട്ട് ഇങ്ങനെ ചെയ്യും. പിന്നെ ഇങ്ങനെ ബാക്കോട്ട് ചെയ്യും. അപ്പൊ അതുപോലെ ബാക്കില് ചെയ്യാം. അപ്പൊ നമ്മൾ അതുപോലെ ബാക്കിലോട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ചെയ്തിട്ട് അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും സെയിം ആയിട്ട് ആവണം. അപ്പൊ കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല, ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് സിസ്റ്റർ വേണം. അപ്പൊ ഇനി എന്തിനാ സിസ്റ്റർ വേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യത്തെ കട്ട് ഞാൻ ഈ ലൈന് ഫുള്ളും കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പൊ നമ്മൾ ഇനി ചെയ്തിട്ട് ഇങ്ങനെ ലൈന് കാണാൻ പറ്റുന്നില്ല മറ്റേ സൈഡിൽ. അപ്പൊ നമുക്ക് അങ്ങനെ സെയിം ലൈനിലോട്ട് ഇങ്ങനെ കറങ്ങിട്ട് നമുക്ക് വെട്ടാം. എന്നിട്ട് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വരണം. അപ്പൊ ഇത് ഇങ്ങനെ എല്ലാം ആണ്. അപ്പൊ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ കാണുന്ന പോലെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ട്രയാങ്കിൾ ആവണം. ഇത് നോക്കില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ. അപ്പൊ അങ്ങനെ ആവണം. അപ്പൊ ഞാനാണെങ്കിൽ ഈ ഫുള്ള് ലൈന് അങ്ങനത്തെ ട്രയാങ്കിൾ ആക്കിയിട്ട് ഞാൻ കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കാണിക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തോണ്ടേ ഇരിക്കണം. ട്രയാങ്കിള് കറക്റ്റ് ആയില്ലെങ്കിലും നിങ്ങൾക്ക് അടുത്ത ട്രൈ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ലൈന് ഞാനിപ്പോ അപ്പൊ അപ്സൈഡ് ഡൗൺ ആകുമ്പോൾ ഫുള്ള് ട്രയാങ്കിളാണ്. അപ്പൊ നമ്മൾ ഇത് ഇപ്പൊ ഇങ്ങനെയില്ലേ, ഇങ്ങനെ ഫ്ലോപ്പ് ചെയ്യുമ്പോൾ അടുത്തത് ഒരു സൈഡ് ഇനിയും ഉണ്ട് ചെയ്യാന്. അപ്പൊ ഞാൻ ഈ ലൈൻ കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളിങ്ങനെ ട്രയാങ്കിൾ ആദ്യം വലുതായിട്ട് പിന്നെ ചെറുതായിട്ട് ട്രയാങ്കിൾ ചെയ്യും. അപ്പൊ ഇത് ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിരിക്കും ഏറ്റവും അല്ലെങ്കിൽ ലാസ്റ്റ്. പിന്നെ 4 സൈഡ് ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കും, ഇതാണോ ക്രിസ്മസ് ട്രീ? അതിന്റെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ, ഓപ്പൺ ആക്കുന്നു. പക്ഷെ നമ്മൾ ഒന്നും കൂടെ ചെയ്യണം, അടുത്ത 4 ഫ്ലാപ്പ്. അപ്പൊ അതും കൂടെ ചെയ്തിട്ട് ഞാൻ അൺബോക്സ് ആക്കുകയായിരിക്കും. അപ്പൊ ഞാൻ കേൾക്കട്ടെ. ഓക്കെ, അപ്പൊ
എന്നിട്ട് നമ്മൾ അടിയിൽ പോകണം. അടിയിൽ പോയിട്ട് ഇച്ചിരി വലുതാക്കണമെങ്കിൽ നിങ്ങൾ കടന്നു പോകണം. കൈ ഇട്ടിട്ട് ഇത് വെക്കാം. അപ്പം നമ്മൾ ഇതിപ്പം വലുത് ഇച്ചിരി കൂടെ അടിക്കും. ഇത്രയും വലുത് ഇത്രയും കൂടെ ചെയ്തിട്ടാണ് കിട്ടും. അപ്പം എത്ര ആയിരിക്കും? 7 ക്രിസ്മസ് ട്രീ ഉണ്ട്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ട അറിയാലോ? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ബൈ.